വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുദ്റത്തുകൾ കാണുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഇൽമുകൾ പഠിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തുകളോ അറിവുകളോ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളുമെല്ലാം നിങ്ങളെ തുടർച്ചയായി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നന്നാകാൻ സമയമായില്ലേ? നിങ്ങളുടെ ഖൽബിന് മാറാൻ സമയമായില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം പറയുകയാണ്. നമ്മളെത്ര അറിവുകൾ കേൾക്കുന്നു, നമ്മളെത്ര റബ്ബിന്റെ ഖുദ്റത്തുകൾ കാണുന്നു. നമ്മുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ഒരു വർഷം എത്രയെത്ര പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടു, എത്ര ഭൂകമ്പങ്ങൾ കണ്ടു, എത്ര പേമാരി ദുരന്തങ്ങൾ കണ്ടു, എത്ര അപകടങ്ങൾ നമ്മൾ കണ്ടു, എത്ര ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, എത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നു. ഇതൊന്നും കൊണ്ട് നമ്മൾ നന്നാകാൻ തീരുമാനമില്ലേ? അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? നീ ഒരു യഥാർത്ഥ മുഅ്മിനാണോ? നീ പടച്ച റബ്ബിനെ പേടിച്ചു ജീവിക്കുന്ന, തഖ്വ ചെയ്തു ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? നിന്റെ അടുത്ത് അല്ലാഹനെ പറ്റി പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ പറ്റി പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞാൽ, നിന്റെ അടുത്ത് ഓതിത്തന്നാൽ, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി നിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നാൽ, വജിലത് ഖുലൂബുഹും. വിശ്വാസിയാണോ? ഈമാൻ ഖൽബിലുണ്ടോ? അവരുടെ ഹൃദയങ്ങൾ വല്ലാതെ വിറകൊള്ളുന്നതാണ്. അവരുടെ ഹൃദയങ്ങൾ, ഈമാനുള്ളവന്റെ ഹൃദയോ വല്ലാതെ വിറകൊള്ളും, പിടപിടയ്ക്കുന്നതാണ്. ഓരോ ദൃഷ്ടാന്തങ്ങളും, ഓരോ അടയാളങ്ങളും, ഓരോ പരീക്ഷണങ്ങളും, അല്ലാഹുവിന്റെ ഖുദ്റത്തുകൾ ഇങ്ങനെ കാണുമ്പോൾ വജിലത്തു ഖുലൂബുഹു. വിശ്വാസിയാണോ? നിന്റെ ഹൃദയം വല്ലാതെ വിറകൊള്ളുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു. അല്ലാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആയത്തുകള്, ദൃഷ്ടാന്തങ്ങള്, ഖുർആനികമായ ആയത്തുകള്, അതുപോലെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിന്റെ അടുത്ത് ഓതിത്തന്നാൽ, നിന്റെ അടുത്ത് പറഞ്ഞാൽ, നിന്നെ ഓർമ്മിപ്പിച്ചാൽ, പ്രഭാഷണ വേദികളിലൂടെ ഖുർആനികമായ ആയത്തുകൾ നിന്റെ അടുത്ത് ഓതിത്തന്നാൽ, സാദത്തുഹും ഈമാനാ, സാദത്തുഹും ഈമാനാ. അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഈമാൻ ചോർന്നു പോകൂല, ഈമാൻ ഒഴിഞ്ഞു പോകൂല. പകരമോ ഈമാൻ വർദ്ധിക്കുന്നതാണ്. പിന്നെയോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരെല്ലാം വിശ്വാസികളെ ലക്ഷണം പറയുകയാണ്. നമുക്ക് ഈ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസികളാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ റബ്ബിന്റെ അടുത്തവരെല്ലാം സമർപ്പിക്കുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലോ ഒരു വിശ്വാസി തളർന്നു പോകൂല. അവനെ തളർത്താൻ പറ്റൂല, അവനെ ഒതുക്കാൻ പറ്റൂല.
കാരണം അല്ലാഹുവിന്റെ ഖുർആനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ? നീ ചിന്തിച്ചാലും മതി, നിന്നെ സൃഷ്ടിച്ചത് യജമാനനായ റബ്ബാണ്. ആ റബ്ബ് ഇക്കാലം അത്രയും നിന്നെ തീറ്റിപ്പോറ്റാൻ ആ റബ്ബിന് കഴിയുമെങ്കിൽ ഇനിയും നിന്നെ തീറ്റിപ്പോറ്റാൻ ആ പടച്ച റബ്ബിന് കഴിയുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഭയപ്പെടാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. എല്ലാ റബ്ബിൽ തവക്കുലാക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ ആയത്തിലൂടെ നമുക്ക് അല്ലാഹു മനസ്സിലാക്കി തരുന്നത്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിത്തന്നാൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ വിശ്വാസിയുടെ ഹൃദയം പിടപിടയ്ക്കും, വിറയ്ക്കും, അവന്റെ ഖൽബിൽ ഈമാൻ കൂടും, അവനെല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. മാറണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ എത്രയോ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ആയത്തുകളൊന്ന് കേൾക്കുമ്പോഴേക്കും ജീവിതം മാറ്റിക്കളഞ്ഞ് വലിയ മഹാന്മാരായ എത്രയോ ആളുകളെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നമുക്കല്ലേ ആയത്തുകൾ എത്ര കേട്ടിട്ടും അതിനെ സംബന്ധിച്ചൊരു ചിന്തയില്ല, നന്നാകണമെന്ന ബോധമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, എന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ഒരാളെ മുമ്പിൽ ഓതിക്കൊടുത്താൽ അവന്റെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ, അവൻ നന്നാകാൻ തീരുമാനമെടുക്കുന്നുണ്ടോ, അവനാണ് വിശ്വാസി, അവനാണ് വിജയി. കേൾക്കൂ നിങ്ങള്, ചരിത്രത്തിൽ ഒരു വലിയ കൊള്ളത്തലവൻ, ഒരക്രമിയായ ആള് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തെന്നറിയുമോ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് കേട്ടാ മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ പേര് കേട്ടാൽ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഫുളൈൽ എന്ന് കേട്ടാ മതി. ഈ ഫുളൈല് കൊള്ളക്കാരനാണ്, അക്രമിയാണ്, പിടിച്ചുപറിക്കാരനാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് വഴിമധ്യത്തിലുണ്ടെന്ന് കണ്ടാൽ ആ വഴിയിലൂടെ കച്ചവടക്കാരോ യാത്രക്കാരോ പോകാറില്ല. കാരണം കൊള്ള ചെയ്യും, ആക്രമിക്കോ. അത്രയ്ക്ക് കൊള്ളത്തലവനാണ് ആര്? ഫുളൈല്. തെമ്മാടിയായി ജീവിച്ചു ഫുളൈൽ ഇബ്നു ഇയാദ്. ആളുകൾ, കച്ചവടക്കാർ പോകുന്ന വഴിയിൽ ഉണ്ടെന്നറിഞ്ഞാൽ എതിരെ വരുന്ന ആളുകൾ സിഗ്നൽ കൊടുക്കും. ഏതുപോലെ നമ്മുടെ റോഡുകളിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായാൽ ആ ചെക്കിംഗ് പോലീസിനെ കണ്ടുവരുന്ന ഡ്രൈവർമാര് മറ്റു വണ്ടികൾക്ക് സിഗ്നൽ കൊടുക്കും പോലെ, എങ്ങനെ അവിടെ ചെക്കിംഗ് ഉണ്ട് എന്ന് സിഗ്നൽ കൊടുക്കും പോലെ ആളുകൾ പറയും, അങ്ങോട്ട് പോകണ്ട, ഖുദൂ നഹ്വകം വ ഇന്ന അംവാലകും ഫുളൈലാ. വഴിമധ്യേ അക്രമിയായ കൊള്ളക്കാരനായ ഫുളൈലുണ്ട്. അതുകൊണ്ട് ആ വഴി നിങ്ങൾ പോകണ്ട, വേറെ വഴിയിൽ പൊയ്ക്കോ. അത്രയ്ക്ക് തെമ്മാടിയായി കൊള്ളക്കാരനായി ജീവിച്ചു ആര്? ഫുളൈൽ ഇബ്നു ഇയാദ്. മുസ്ലിമാണ്, ഖൽബിന്റെ ഉള്ളിൽ എവിടെയോ ഒക്കെ ഈമാനുണ്ട്, പക്ഷേ കൊള്ളക്കാരനാണ്, അക്രമിയാണ്. ഈ ഫുളൈല് ഒരു ദിവസം നാട്ടിലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ. അക്രമിയല്ലേ, തെമ്മാടിയല്ലേ, തോന്നിവാസിയല്ലേ. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ആ പെണ്ണുമായി വ്യഭിചരിക്കണമെന്ന് ഫുളൈൽ തീരുമാനിച്ചു. ഫുളൈൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫുളൈൽ നടപ്പിൽ വരുത്തോ. ഫുളൈലിനെ തടയാൻ ആർക്കും പറ്റൂല. അത്രയ്ക്ക് തെമ്മാടിയായി, ധിക്കാരിയായി, അക്രമിയായി ജീവിച്ചു ആര്? ഫുളൈൽ ഇബ്നു ഇയാദ്. ഈ ഫുളൈൽ ഇബ്നു ഇയാദ് ആ ചെറുപ്പക്കാരിയുടെ വീട് അടയാളം വെക്കുകയാണ്. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമത്തില് ആ പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി ചെല്ലുന്നു. ചെറിയ ഒരു ചുറ്റുവളപ്പുണ്ട്. ആ ചുറ്റുവളപ്പ് മതിലിന്റെ മുകളിൽ കയറി പറമ്പിലേക്ക് ഫുളൈൽ ഇബ്നു ഇയാദ് ചാടുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് ചാടി ആ പറമ്പിലങ്ങ് ചെന്ന് വീഴുമ്പോൾ
ആ തൊട്ടടുത്ത പരിസരത്തുള്ള ഒരു വീട്ടിൽ നിന്നൊരു വൃദ്ധയായ ഉമ്മ പരിശുദ്ധ ഖുർആൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചതിനു ശേഷം ആ ഉമ്മ ഖുർആൻ ഓതുന്നു. സൂറത്തുൽ ഹദീദാണ് ഉമ്മ പാരായണം ചെയ്യുന്നത്. ഫുളൈൽ എവിടെയാണ്? ഫുളൈല് താൻ ലക്ഷ്യമിട്ട ചെറുപ്പക്കാരിയായ പെണ്ണിനെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട് വളപ്പിൽ ചെന്ന് ചാടി അപ്പറമ്പിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കാതുകളിൽ ഒരു പാവപ്പെട്ട വൃദ്ധയായ ഉമ്മ പാതിരാത്രിയുടെ അന്ത്യയാമത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ ഒരായത്ത് ഓതുന്നു. ഏത് ആയത്താണ്? നമ്മളെ നന്നാക്കാൻ പറ്റുന്ന ആയത്താണ്, നമ്മളെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ആയത്താണ്, നമ്മളെ കരയിപ്പിക്കാൻ പറ്റുന്ന ആയത്താണ്. അല്ലാഹു ജല്ല ജലാലു ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹദീദിന്റെ ആയത്താണ് ഫുളൈൽ കേൾക്കുന്നത്. ഫുളൈൽ അവിടെ കിടന്നുകൊണ്ട് നന്നായി ആ വൃദ്ധയായ ഉമ്മ ഓതുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടു. അറബികളല്ലേ, അവർക്കാർക്കും അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫുളൈൽ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ഉമ്മാമ ഓതുന്നത് ഇങ്ങനാണ്, അലം യഅനി ലില്ലദീന ആമനൂ. ഓ വിശ്വാസി സമൂഹമേ, ഓ ഈമാനുള്ളവരെ, ഖൽബിന്റെ ഉള്ളില് ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ? തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച്, പടച്ചവനെ കുറിച്ച് ഓർത്ത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർത്ത്, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ പൊട്ടി 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 കരഞ്ഞിട്ട് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിങ്ങൾക്ക് നന്നാകാൻ സമയമായില്ലേ? വീണ്ടും വിചാരത്തിന് സമയമായില്ലേ? നിങ്ങൾക്ക് നല്ല ചിന്തകൾ വരുന്നില്ലേ? അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? പടച്ചവനെ ഭയപ്പെടുന്നില്ലേ? അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് പേടിച്ച് ഭയന്നിട്ട് നിനക്ക് നന്നാകാൻ സമയമായില്ലേ? വളരെ അവസരോചിതമായ ആയത്ത്. ഫുളൈൽ എവിടാ പോയത്? എന്തിനാ പോയത്? ഫുളൈൽ താൻ കണ്ട നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആരും കാണാതെ പാതിരാത്രിയുടെ അന്ത്യയാമത്തില് ആ പെണ്ണിന്റെ വീടിന്റെ മതില് ചാടി പറമ്പിൽ കിടക്കുന്നു. ആ സമയത്താണ് ഉമ്മ ഖുർആൻ ഓതുന്നത്. ഫുളൈലേ, അത് ഫുളൈലിനോട് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടുമാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞതാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നമ്മുടെ റബ്ബ് പറയുകയാണ്. ഫുളൈൽ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനൂ. നിങ്ങൾക്ക് ഇനിയും നന്നാകാൻ സമയമായില്ലേ? ഇനി റബ്ബിലേക്ക് അടുക്കാൻ സമയമായില്ലേ? ഇനി എത്ര കാലമാടാ ഫുളൈലേ ഈ ദുനിയാവിൽ നിന്റെ ജീവിതമുള്ളത്? നീ ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായി, അക്രമിയായി, തെമ്മാടിയായി, വ്യഭിചാരിയായി, തോന്നിവാസിയായി, പോക്കിരിയായി നീ ഇങ്ങനെ ജീവിക്കുന്നോ? എത്ര നാളാണ് ഫുളൈലേ നിനക്കിനി ദുനിയാവിൽ ജീവിതമുള്ളത്? അലം യഅനി ലില്ലദീന ആമനൂ. എടാ ഫുളൈലേ, നന്നാകുന്നെങ്കിൽ നീ നന്നായിക്കോ. അല്ലാഹുവേ,
റബ്ബേ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണം അല്ലാ. ഇനി കേട്ടോ, ഇനി മഹാനെന്ന് പറയാൻ പോവാണ് ഞാൻ. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയ പെണ്ണിന്റെ വീടിന്റെ പറമ്പിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റ് 2 കൈയും തലയിൽ വെച്ചു. എന്നിട്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ സൃഷ്ടാവായ യജമാനനായ റബ്ബ് തആല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഈ ആയത്തിലൂടെ ഈ ഫുളൈലായ അക്രമിയായ തെമ്മാടിയായ ദോഷിയായ ഈ വ്യഭിചാരിയായ എന്നോടുമല്ലേ എന്റെ റബ്ബിന്റെ ഈ ആയത്ത് ഓതി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫുളൈലിദാ തൗബ ചെയ്ത് മടങ്ങുന്നു അല്ലാഹ്. ഫുളൈലിദാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു അല്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു അക്രമം ഞാൻ ചെയ്യൂല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരു പെണ്ണിന്റെ പിറകെ പോകൂല. എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിക്കൂല. എന്റെ ജീവിതത്തിൽ ഒരു അക്രമം ഞാൻ ചെയ്യൂല. എന്റെ ജീവിതത്തിൽ ഒരാളെ ഞാൻ പിടിച്ചു പറിക്കൂല. എന്റെ ജീവിതത്തിൽ ഒരു തെറ്റോ ഇനി ഉണ്ടാകൂല അല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ആകാശത്തിന്റെ ഭൂമിയുടെ നക്ഷത്രങ്ങളുടെ ക്ഷീരപഥങ്ങളുടെ ഗാലക്സികളുടെ നെബുലകളുടെ പർവ്വതങ്ങളുടെ ജലാശയങ്ങളുടെ ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച പരിപാലിക്കുന്ന യജമാനനായ അല്ലാഹ്, ഈ ഫുളൈലിന് നീ മാപ്പ് തരണേ അല്ലാഹ്. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റു. അവിടുന്ന് ഫുളൈൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. നേരെ തൊട്ടടുത്ത പള്ളിയിലേക്കാണ് ചെന്നത്. ആ പള്ളിയിൽ ചെന്ന് അവിടുത്തെ ഉസ്താദിനെ കണ്ടു, ആലിമിനെ കണ്ടു. ആ ആലിമിന്റെ നാവിൽ നിന്ന് തൗബ ഏറ്റുവാങ്ങി ഷഹാദത്തിന്റെ കലിമ ഒന്നുകൂടെ പുതുക്കി അവിടുന്ന് യാത്രയാ, മുസാഫിറായി. ഭരണശാലകളും പള്ളികളും അതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചാരം കൊള്ള, ഔലിയാക്കന്മാരുടെ മസാറ് കൊള്ള നടന്നു. അങ്ങനെ പോയി 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 അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പേരുകേട്ട പ്രഗത്ഭനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്ന താബിഈയായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി. ആ ഫുളൈൽ ബിൻ ഇയാദ് ഔലിയാക്കന്മാരുടെ ടോപ്പ് ലീഡറായി മാറി. എവിടുന്നാ ഫുളൈൽ വന്ന് താൻ കണ്ടു മോഹിച്ചൊരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയിട്ട് അവളെ വീട്ടിന്റെ പറമ്പിൽ എണീറ്റ് പോയതാണ്. നമുക്കും പറ്റും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു ജല്ല ജലാലു നമ്മളെ നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് മരണം ഏത് സമയവും നമ്മെ പിടികൂടാ. മരണം അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. മെനഞ്ഞാന്ന് കണ്ടില്ലേ, കസാക്കിസ്ഥാനിൽ പ്ലെയിൻ അപകടമുണ്ടായി അല്ലേ? അസർബൈജാൻ എയർലൈൻസിൽ 70ഓളം യാത്രക്കാർ സഞ്ചരിച്ചു. അതിൽ ബഹുഭൂരിഭാഗവും റഷ്യയോടടുക്കുന്ന സമയത്ത് അക്തൗ എന്ന നഗരത്തിൽ തകർന്നടിഞ്ഞു വീണു. എല്ലാ മുസ്ലിമീങ്ങളാണ്. അല്ലാഹുർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകട്ടെ. അല്ലാഹുർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകുക. അങ്ങനെ എത്ര അപകടങ്ങൾ, ദുരന്തങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ചിന്തിക്കുന്നോ? നമുക്ക് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. ദുനിയാവിൽ ഗ്യാരണ്ടി ഇല്ലാത്ത എല്ലാ ഗ്യാരണ്ടിയും മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ വസ്തുവിനും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ സൃഷ്ടിച്ച മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? ഒരു ഗ്യാരണ്ടി. നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നന്നായി ചിന്തിച്ചു ജീവിച്ചു കൊള്ളണം. നന്നായി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണമെന്ന നല്ല നിയത്തിൽ ജീവിച്ചു കൊള്ളണം. കാരണം എത്ര നാളാണ് ദുനിയാവിൽ നിന്റെ ജീവിതമുള്ളതെന്ന് പറയാൻ പറ്റൂല. എന്നോടാണ് പ്രസംഗം. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ നല്ല ആളായിട്ട് നിങ്ങളോടാണ്. എനിക്ക് നന്നാകാൻ എന്റെ റബ്ബെന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.
എടാ നീ ദുനിയാവിൽ ജീവിക്കുമ്പോ നന്നായി ജീവിച്ചു കൊള്ളടോ. നീ വിചാരിച്ചു പോകണ്ട നീയാണ് ഏറ്റവും വലിയവൻ, നീയാണെല്ലാത്തിനും തികഞ്ഞവനെന്ന് വിചാരിക്കണ്ട. ഇദാ ജന്നലൈലുൻ ഹൽ തഈശു ഇലാ ഫജ്രി. നീ നിന്റെ ഭാര്യയോട് മക്കളോട് അവരെ ഓരം ചേർന്നവരെ വാരിപ്പുണർന്ന് നിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോ നീ ധരിച്ചു പോകണ്ട ഹൽ തഈശു ഇലാ ഫജ്രി, പ്രഭാതത്തിൽ നീ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പോകണ്ട. എത്ര ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയില്ലേ രാത്രിയിൽ. സുബ്ഹാനല്ലാഹ്, കം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര നല്ല ആരോഗ്യദൃഢകാത്തരായ ആളുകൾ, ഒരു രോഗവും ഇല്ലാത്തവർ പെട്ടെന്ന് വെട്ടിയിട്ട വാഴത്തട പോലെ അതോ മരിച്ചു വീഴുകയാണ്. പക്ഷേ കമ്മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി, രോഗമുള്ള ആളുകൾ ഇപ്പോഴും അവരിങ്ങനെ ജീവനോടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യ ജീവിതം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നന്നാകണം, എനിക്ക് നന്നാകണം. ഈ പറയുന്നോണ്ട് എനിക്ക് നന്നാകണം, കേൾക്കുന്ന നിങ്ങൾക്ക് നന്നാകണം. തെറ്റ് ചെയ്യാത്തവരായി അള്ളാന്റെ ദുനിയാവിൽ ആരുമില്ല. നമ്മൾ അമ്പിയാക്കളും മലക്കുകളും ഒന്നുമല്ല, മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും സംഭവിച്ചു. എന്നാ പിന്നെ മനുഷ്യനെന്ന് പറയണ്ടല്ലോ, മലക്കെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ മലക്കെന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ മനുഷ്യനാണെങ്കിൽ തെറ്റുണ്ടാവും. പക്ഷെ തെറ്റിൽ നിന്ന് കേട്ടതുപോലെ പശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്ത് തെറ്റുകളെ തിരുത്തി നന്നാകാൻ ശ്രമിക്കണം. അവനാണ് മൂമിൻ, അവനാണ് വിശ്വാസി, അവനാണ് ബുദ്ധിമാൻ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ അള്ളാഹ്. പടച്ചവനെ ഞങ്ങളെ നന്നാക്കി തരണേ അള്ളാഹ്. നിങ്ങളെ നന്നാക്കുന്നല്ല ഞാൻ പറഞ്ഞ, അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി താ അള്ളാഹ്. പടച്ചവനെ ഞങ്ങളെ നന്നാക്കി താ റബ്ബേ. ഞങ്ങളെ പാപങ്ങൾ ദോഷങ്ങൾ നീ പൊറുത്തുതാ അള്ളാഹ്. പരിശുദ്ധ റമളാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുന്നു അള്ളാഹ്. റബ്ബേ നീ മാപ്പ് തരണേ റബ്ബേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അള്ളാഹ്. പാപരഹിതമായ ഒരു ശിഷ്ട ജീവിതം നയിച്ച് റബ്ബേ നിന്റെ പൊരുത്തം സമ്പാദിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോടെ സ്വർഗം കണ്ട് റാഹത്തോടെ സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൽ നാഥനായ അല്ലാഹുവേ ഞങ്ങളോട് നീ കരുണ കാട്ടണേ അല്ലാഹ്.